തിരുവനന്തപുരം കഴക്കൂട്ടം മേനംകുളത്ത് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ഭൂമിയിൽ കുറ്റിക്കാട്ടിൽ വൻ തീപിടുത്തം. കാട് കത്തി തുടങ്ങിയിട്ട് അരമണിക്കൂറിലധികമായി അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. എ കെ സ്റ്റെഫിനുണ്ട്. സ്റ്റെഫിൻ, ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? രതീഷ്, ഇപ്പോൾ ഏതായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ തീ പിടിക്കുന്നെങ്കിൽ പോലും അതെല്ലാം തന്നെ അണച്ച് മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീപിടുത്തം വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇത് ഗെയിംസ് വില്ലേജിന്റെ ഭാഗമായിട്ട് ഒഴിഞ്ഞു കിടന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം, ഒരു വലിയ കാട് നിറഞ്ഞ പ്രദേശമാണ്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതുപോലെ കുറ്റിക്കാടുള്ള പ്രദേശമായിരുന്നു. ഒപ്പം തന്നെ ചില ഈ ഗെയിംസ് വില്ലേജിന്റെ ക്യൂബിക്കുകൾ, അതിൻ്റെ സാധന സാമഗ്രികൾ, അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ തന്നെ കൊണ്ടിട്ടിരുന്നു. അതെല്ലാമാണ് തീ പിടിച്ചത്. ഒരുപക്ഷെ ആരെങ്കിലും തീ ഇട്ടാകാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ നാട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേട്ടാ, ഇവിടുത്തെ നാട്ടുകാരനാണോ? എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നേ ഉള്ളൂ. 1 മണിയായി വണ്ടി ഇതൊക്കെ തുടങ്ങിയപ്പോൾ 1 മണിയായി. ഇപ്പൊ ഏതായാലും ഫയർ കാരണം ഒത്തു വന്നു. ഇങ്ങനെ വന്നിട്ടിരിക്കുകയാണ് ഒരു ഫയർഫോഴ്സ്. ഏതായാലും ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തീ വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമമാണ് പുരോഗമിക്കുന്നത്. കാരണം ആ പ്രദേശത്തെല്ലാം തന്നെ തീ ഉണ്ട്, അതെല്ലാം തന്നെ അണച്ച് മുന്നോട്ട് പോവുകയാണ്. അവിടെയെല്ലാം തന്നെ തീ അണച്ചിട്ടുണ്ട്. മേനംകുളം പ്രദേശത്ത് മുഴുവൻ ഇപ്പോൾ വലിയ തരത്തിലുള്ളൊരു പുക ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. പക്ഷേ ഇപ്പോൾ ഏതായാലും തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു സ്ഥിതി. ഇവിടെ അടുത്തേക്ക് പോകാൻ കഴിയാത്തൊരു അവസ്ഥയായിരുന്നു അതെല്ലാം തന്നെ മാറിയിട്ടുണ്ട്.